പെട്ടെന്നുണ്ടായ തീരുമാനത്തിൽ നമ്മളെല്ലാവരും കൂടി റെഡി ആയിട്ട് രാത്രിത്തെ ഡിന്നർ പുറത്തുനിന്ന് കഴിക്കാൻ വേണ്ടി പോവാട്ടോ. റെഡിയാക്കി പോലമ്മ. ആ സൈന് നമ്മളെങ്ങോട്ടാ പോണേ? ഫുഡ് കഴിക്കാനറിയേ സൈൻ എവിടുക്കാ പോണേ? എല്ലാവരും ഫുഡ് കഴിക്കാനുള്ള പെട്ടെന്നുള്ള തീരുമാനത്തിൽ എല്ലാവരും മാറ്റിക്കാണ്. നേരത്തെ നല്ല ക്ലിയർ ഉണ്ടായിരിക്കാം. നമ്മൾ കുറേ ആളുണ്ടായതുകൊണ്ട് തന്നെ 2 വണ്ടിയിലാട്ടോ പോയിട്ടുണ്ടായിരുന്നത്. ഷർഫൂന്റെ വണ്ടി അളിയാക്കാന്റെ വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അളിയാക്ക നാട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ ഗൾഫിൽ. ഇനി കുറച്ചു കാലം അളിയാക്ക നമ്മളെ കൂടെ വ്ളോഗിലൊക്കെ ഉണ്ടാവും. അങ്ങനെ നമ്മൾ നേരെ ഡിസൈഡ് ചെയ്തത് മുംബൈ തട്ടുകടയ്ക്ക് പോവാന്നാട്ടോ. അങ്ങനെ അവിടെ എത്തിയ ഉടനെ AC റൂമിൽ ഇരിക്കണം അതോ പുറത്തിരിക്കണം എന്നുള്ള കൺഫ്യൂഷനിൽ അവസാനം നമ്മൾ പുറത്ത് തന്നെ ഇരുന്നുണ്ടായിരുന്നു കേട്ടോ. ഒന്നാമത് AC റൂം ഭയങ്കര കൺജസ്റ്റഡ് ആയതുകൊണ്ട് നമ്മൾ എല്ലാവരും കൂടി ഒരുമിച്ചിരിക്കലും നടക്കൂല. അങ്ങനെ നമ്മൾ പുറത്ത് എല്ലാവരും കൂടി ഇരുന്ന് നമുക്ക് വേണ്ട 2-3 ഐറ്റംസ് ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ബട്ടർ ചിക്കൻ, ഇഫാ ചിക്കൻ, പിന്നെ ബീഫ് കൊണ്ടാട്ടം, അങ്ങനത്തെ ഐറ്റംസ് ഓർഡർ ചെയ്തിട്ടുണ്ട്. നമ്മൾ പോയ ദിവസം അവിടുത്തെ ബ്രെഡ് ഐറ്റംസ് ഒക്കെ നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് ഫ്രീ ആയിട്ട് കിട്ടുമായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ദോശ, റുമാലി റൊട്ടി, നൂൽ പൊറോട്ട അങ്ങനത്തെ ഐറ്റംസും അതിന്റെ കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ടേസ്റ്റ് ചെയ്തതിൽ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത് ബട്ടർ ചിക്കൻ ആയിരുന്നു. മറ്റേ 2 മോശമാണെന്നല്ല, കൂട്ടത്തിൽ ടേസ്റ്റ് ബട്ടർ ചിക്കൻ ആയിരുന്നു. ബീഫ് കൊണ്ടാട്ടം ഭയങ്കര എരിവായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ബാക്കി കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിച്ചു. ആസ് യൂഷ്വൽ താത്താക്ക് ചെറിയ ബേബി ഉണ്ടായതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടാട്ടോ താത്ത ഫുഡ് കഴിക്കാൻ ഇരുന്നിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് ഉമ്മയാണ് ബേബിനെ നോക്കിയിട്ടുണ്ടായിരുന്നത്. നമ്മളെല്ലാവരും ഫുഡ് കഴിച്ച് ജസ്റ്റ് പുറത്തേക്ക് നോക്കിയിരിക്കുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് അവിടുന്ന് ബില്ലൊക്കെ ചെയ്ത് നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോയി. വീട്ടിലേക്ക് പോണ വഴിയിൽ സൈനു നല്ല ഉറക്കുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ഫാമിലി കണ്ടന്റ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.